ഗായ്സ്, ഓക്കെ. സോ ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളൂ. അപ്പം ഇതൊരു റെഗുലർ ക്ലാസ് അല്ല. നിങ്ങളുടെ എക്സാമിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സുകളും ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനും പ്ലസ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളൊരു സെഷനാണിത്. സോ വെൽക്കം യു ആൾ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടോപ്പിക് ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് വരുന്നത്? കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് നമ്മൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ടോട്ടൽ കോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് ഷീറ്റ് യൂസ് ആക്കുന്നത്. അപ്പൊ ഈ കോസ്റ്റ് ഷീറ്റ് പറഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട്സിലൊക്കെ ഉള്ള പോലെ ഒരു ലെഡ്ജർ വരക്കാനാണോ ഉള്ളത്? അല്ല, മറിച്ച് എന്താണ് വരുന്നത്? ഒരു ഫോർമാറ്റ് ആണ് വരുന്നത്. സോ പെട്ടെന്ന് എല്ലാവരും കോസ്റ്റ് ഷീറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കൂട്ടത്തിൽ ഞാൻ എഴുതാം. പ്ലസ് ഈ ക്ലാസ് നോട്ട്സ് എന്ത് ചെയ്യാം? ഷെയറും ചെയ്യാം. കോസ്റ്റ് ഷീറ്റ് അതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണോ അതോ പർച്ചേസ്ഡ് ആണോ വേണ്ടത്? അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണോ അറിയേണ്ടത് അതോ നിങ്ങൾ സ്റ്റോറിലോട്ട് വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽ ആണോ അറിയേണ്ടത്? ഉപയോഗിച്ചിട്ടുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് അറിയേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, സോ കോസ്റ്റ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ എന്താണ് വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ആഡ് ചെയ്യും. പ്ലസ് എന്തും കൂടെ ഉണ്ടാവും? ഇൻക്ലൂഡിങ് റിലേറ്റഡ് എക്സ്പെൻസ്. അതായത് ആ പർച്ചേസിന് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? വരും. ദെൻ നെക്സ്റ്റ് വണ് ഇൻക്ലൂഡിങ് റിലേറ്റഡ് എക്സ്പെൻസ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രാപ്പ് മൈനസ് ചെയ്യണം. മൈനസ് എന്തും കൂടെ ചെയ്യാനുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും കൂടെ എന്ത് ചെയ്യാനുണ്ട്? വർക്കൗട്ട് ചെയ്യാനുണ്ട്. സോ ഇതെല്ലാം കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, സോ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് വൺ എന്താണ് വരുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ത് വരും? ഡയറക്റ്റ് വേജസ്. ദെൻ നെക്സ്റ്റ് വൺ എന്ത് വരും? ഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, സോ പ്രൈം കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് എന്ത് ആഡ് ചെയ്യാനുണ്ട്? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഇവിടെ പ്ലസ് ആണ് വരുന്നത്. പ്രൈം കോസ്റ്റ് അത് കഴിഞ്ഞ ശേഷം അതിനോട് എന്തും കൂടെ ആഡ് ചെയ്യാനുണ്ട്? ഫാക്ടറി ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ മൈനസ് വരുന്നത് മാത്രം എന്ത് ചെയ്യാം? മൈനസ് ഇടാം. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡും കൂടെ എന്ത് ചെയ്യാനുണ്ട്? ആഡ് ചെയ്യാനുണ്ട്. സോ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. സോ ഗ്രോസ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഇനി എന്തും കൂടെ ആഡ് ചെയ്യാനുണ്ട്? നിങ്ങളുടെ ഓപ്പണിംഗ് WIP എന്ത് ചെയ്യണം? പ്ലസ് ഓപ്പണിംഗ് WIP മൈനസ് ക്ലോസിംഗ് WIP. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ WIP മൈനസ് ചെയ്യുന്നത്? ക്ലോസിംഗ് WIP മൈനസ് ചെയ്യുന്നതും ഓപ്പണിംഗ് ആഡ് ചെയ്യണമെന്നും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ശരി. ദെൻ എന്ത് കിട്ടും? നെറ്റ് ഫാക്ടറി കോസ്റ്റ്. നെറ്റ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ നെക്സ്റ്റ് വൺ എന്താണ് വരുന്നത്? QRA മൈനസ് സ്ക്രാപ്പ്. Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്വാളിറ്റി കൺട്രോളിന്റെ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ R എന്ന് പറഞ്ഞാലോ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ദെൻ നെക്സ്റ്റ് വണ്ണോ? അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ്. സോ അഡ്മിനിസ്ട്രേഷന് രണ്ട് ടൈപ്പിലുണ്ട്. ഏതൊക്കെയുണ്ട്? റിലേറ്റഡ് ടു പ്രൊഡക്ഷനും ഉണ്ട്, പിന്നെ എന്തും വരുന്നുണ്ട്? ജനറലും വരുന്നുണ്ട്. ഓക്കെ, സോ മൈനസ് സ്ക്രാപ്പും കൂടെ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഇനി നമ്മൾ എന്തും കൂടെ ചെയ്യാനുണ്ട്? പ്ലസ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ പ്ലസ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും കൂടെ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതിന്റെ കൂടെ ഇനി എന്തും കൂടെയാണ് ആഡ് ചെയ്യാനുള്ളത്? ജനറൽ അഡ്മിനിസ്ട്രേഷനും പിന്നെ എന്തും കൂടെ ആഡ് ചെയ്യാനുണ്ട്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും കൂടെ എന്ത് ചെയ്യാനുണ്ട്? ആഡ് ചെയ്യാനുണ്ട്. സോ ജനറൽ അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ ഇനി എന്തും കൂടെ ആഡ് ചെയ്യണം? പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് അല്ലാന്നുണ്ടെങ്കിലോ സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അറൗണ്ട് ഏകദേശം ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്യാം? പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ആണോ അതോ
ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണോ പർച്ചേസ്ഡ് ആണോ വേണ്ടത്? കൺസ്യൂംഡ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടെത്തുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് പ്ലസ് ഇൻക്ലൂഡിംഗ് റിലേറ്റഡ് എക്സ്പെൻസ് മൈനസ് സ്ക്രാപ്പ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഈ ഡയറക്റ്റുകളുടെ എല്ലാത്തിനും കൂടി കളക്റ്റീവിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ്. ഇനി നെക്സ്റ്റ് വൺ എന്ത് ആഡ് ചെയ്യും? ഫാക്ടറി ഓവർഹെഡ്. സോ എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റും അതിന്റെ കൂടെ ഓപ്പണിംഗ് WIP മൈനസ് ക്ലോസിംഗ് WIP എന്ത് കിട്ടും? നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ദെൻ നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി എന്താ ചെയ്യാനുള്ളത്? നമുക്ക് QRA മൈനസ് സ്ക്രാപ്പ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി. R എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ മൈനസ് സ്ക്രാപ്പ്. അതും കൂടെ വർക്ക്ഔട്ട് ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ എന്നും കൂടെ ആഡ് ചെയ്യണം പ്ലസ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പിന്നെന്താണ്? ജനറൽ അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് സെയിൽ. ഈ കോസ്റ്റ് ഓഫ് സെയിലിന് പറയുന്ന വേറെ പേരാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വണ് എന്തും കൂടെ ആഡ് ചെയ്യാനുണ്ട്? പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ CAലും CMAലും മേജർ ഡിഫറൻസ് വരുന്നത് എന്താ വെച്ചാൽ പ്രൈമറി പാക്കിംഗ് കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ്. CL ആണെന്നുണ്ടെങ്കിൽ അത് ഓവർഹെഡ് ആയിട്ടും CMAയിൽ നമ്മൾ അത് എന്തിന്റെ അണ്ടറിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയലിന്റെ അണ്ടറിലാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾ പല ബുക്കും റെഫർ ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് എന്തിലാണ്? CMAയിൽ വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും, CL ആണെന്നുണ്ടെങ്കിലോ ഓവർഹെഡ്സിലാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ഓവർഹെഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ഓവർഹെഡ്സ്? ഫാക്ടറി ഓവർഹെഡ്, ദെൻ നെക്സ്റ്റ് വണ് അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മുടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ദെൻ നെക്സ്റ്റ് വണ് എന്ത് വരും? സെല്ലിംഗ് ഓവർഹെഡ് വരും. ഓക്കെ, ഈ 3 ഓവർഹെഡ്സിലെയും എക്സ്പെൻസ് ഐഡന്റിഫിക്കേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാറ്? അടുത്ത ബുദ്ധിമുട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കാണാതെ പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിലോട്ട് ഇട്ടാൽ മതി. ഫാക്ടറി ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ആർക്ക് വരുന്നതാ? മെഷീൻസിന് വരുന്നത്. മെഷീൻസ് എവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഫാക്ടറിക്കകത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷന് ഫാക്ടറി ഓവർഹെഡ് ആണോ, അഡ്മിനിസ്ട്രേഷൻ ആണോ, സെല്ലിംഗ് ഓവർഹെഡ് ആണോ? ഫാക്ടറി ഓവർഹെഡ്. കാരണം എന്താണ്? മെഷീന് ഫാക്ടറിക്കകത്ത്. ഇനി നമ്മൾ അക്കൗണ്ടന്റിന്റെ സാലറി എടുക്കുന്നുണ്ട്. അക്കൗണ്ടന്റിന്റെ സാലറി എന്ന് പറഞ്ഞാൽ കുറെ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള സാലറിയാണ്. അപ്പൊ അതെന്താണ്? ഡയറക്റ്റ് വേജസിനകത്ത് വരില്ല, ഇൻഡയറക്റ്റ് വേജസ് ആണ്. അപ്പം ഈ ഇൻഡയറക്റ്റ് വേജസ് എന്ത് ചെയ്യണം? നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. സോ ഇൻഡയറക്റ്റ് വേജസ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതും ഓവർഹെഡ്സ് ആണ്. സോ ഈ അക്കൗണ്ടന്റ് ഫാക്ടറിക്കകത്താണ് ഇരിക്കുക അതോ ഓഫീസിനകത്താണ് ഇരിക്കുക? അപ്പൊ ഈ ഓഫീസിനകത്ത് ഇരിക്കുന്ന എക്സ്പെൻസുകളൊക്കെ എവിടെ ആയിരിക്കും വരുന്നത്? അഡ്മിനിസ്ട്രേഷനിൽ. അപ്പൊ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓരോ എക്സ്പെൻസും ഈ 3 ലൊക്കേഷൻസിൽ എവിടെ ഉണ്ടാകും? ഫാക്ടറിക്കകത്താണോ, ഓഫീസിനകത്താണോ, ദെൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണോ? ഫാക്ടറിക്കകത്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളും, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, ഇങ്ങനത്തെ എല്ലാ എക്സ്പെൻസുകളും ഏത് ഓവർഹെഡ് ആണ്? ഫാക്ടറി ഓവർഹെഡും. ദെൻ സാലറി, ഡയറക്ടർ സാലറി, പിന്നെ ഓഡിറ്റിംഗ്, ഇതൊക്കെ ഇവിടെ നടക്കുന്നത്? ഓഫീസിനകത്താണ് നടക്കുന്നത്. അപ്പൊ ഈ എക്സ്പെൻസ് എല്ലാം എങ്ങോട്ടാണ് വരേണ്ടത്? ഓഫീസ് ഓവർഹെഡിലോട്ടാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി അടുത്തൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട്. ക്വസ്റ്റ്യനകത്ത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് നോട്ട്. സോ ഇമ്പോർട്ടന്റ് നോട്ടിൽ ഫസ്റ്റ് വണ് ക്വസ്റ്റ്യൻ സൈലന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ സൈലന്റ് ആണ്. എന്തിനെ കുറിച്ചിട്ട്? നമ്മളെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് എന്താണ്? സൈലന്റ് ആണ്. സോ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് സൈലന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ് വരുന്നത്? കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് മുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ, ഓപ്പണിംഗ് സ്റ്റോക്ക് മുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ കോസ്റ്റ് പെർ യൂണിറ്റ്
ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ ആണോ ക്വാണ്ടിറ്റി സോൾഡ് ആണോ? ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് തൊട്ടിട്ട് സെല്ലിംഗ് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിലോ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി സോൾഡ്. അപ്പൊ രണ്ട് ഡിഫറൻസ്, ഒന്ന് പ്രൊഡ്യൂസറും ഒന്ന് സോൾഡിലും. ഇനി അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇപ്പോൾ പ്രശ്നക്കാരൻ ആരാണ്? ഫിനിഷ്ഡ് ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. സോ ഫിനിഷ്ഡ് ഗുഡ്സിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് എന്തിലാണ്? നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിനെ വാല്യൂ ചെയ്യുന്നത് അറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ ആണോ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ ആണോ അതോ സോൾഡ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ? എക്സാമിന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഏതാണ് നമുക്ക് എടുക്കേണ്ടത്? ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ, അല്ലാതെ എന്തല്ല, സോൾഡ് അല്ല. അപ്പം ക്വസ്റ്റ്യനകത്ത് ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട് എന്നുള്ളതിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് വിൽക്കുന്നത് എന്നുള്ളത് നോക്കണം. ക്വസ്റ്റ്യനിൽ പറയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10,000 യൂണിറ്റും സെയിൽ ചെയ്യുന്നത് 8,000 യൂണിറ്റും ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി? ബാക്കി 2,000 യൂണിറ്റ് അവിടെ എന്തായിട്ടുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുക, ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യില്ല? സ്പെസിഫൈ ചെയ്യില്ല. അപ്പൊ കോസ്റ്റ് ഷീറ്റ് നമ്മളിപ്പം അറൗണ്ട് ഒരു 12-15 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത് എന്താണ്? കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ്. പിന്നെ പറയാനുള്ളത് എന്താണ്? ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ശരി. പിന്നീട് ഓക്കെ, സോ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം കൂടെ എന്ത് ചെയ്യാനുണ്ട്? അറിയാനുണ്ട്. അതായത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിലും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. ശരി, കാൽക്കുലേറ്റർ. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഓൺ സെയിൽ വന്നിട്ടുണ്ടാവും. ലെറ്റ്സ് സേ പെർസെൻറ്റേജ് ഓൺ സെയിൽ 30%, അതേപോലെ തന്നെ കോസ്റ്റ് നിങ്ങൾക്ക് ഒരു 120 റുപ്പീസോ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? തന്നിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മളോട് പറയും സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 120യുടെ കൂടെ നമുക്ക് ഈ 30% ആഡ് ചെയ്യാൻ എന്ത് ചെയ്യൂല? പറ്റൂല. കാരണം എന്താണ്? നമ്മുടെ കയ്യിലുള്ളത് കോസ്റ്റും പെർസെൻറ്റേജ് എന്തിന്റെ മേലെയാണ്? സെയിൽസിന്റെ മേലെയാണ്. അപ്പൊ നമ്മൾ എന്ത് വർക്ക്ഔട്ട് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസിന്റെ പെർസെൻറ്റേജ് കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്താ ആലോചിക്കുക? പെർസെൻറ്റേജ് ഓൺ സെയിൽസ് 30% ആണ്. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 70%. ഓക്കെ, ഇതാണ് എന്ത്? കുറച്ചും കൂടെ ഈസിയർ മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ള എമൗണ്ട്, സോ 120 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഈ പെർസെൻറ്റേജ്, അല്ലാന്നുണ്ടെങ്കിലോ മൈനസ് ഈ പെർസെൻറ്റേജ്. സോ പ്ലസ് ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 120 ഡിവൈഡഡ് ബൈ 130%. സോ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 92.30. അല്ലാന്നുണ്ടെങ്കിലോ 120 ഡിവൈഡഡ് ബൈ എത്ര പെർസെൻറ്റേജ്? 70%. സോ 120 ഡിവൈഡഡ് ബൈ 70% എത്രയാണ് കിട്ടുന്നത്? 171. ഇനി സിമ്പിൾ ആയിട്ട് ലോജിക്കലി എന്ത് ചെയ്യാം? തിങ്ക് ചെയ്യാം. സെയിൽസ് കോസ്റ്റ് എത്രയാണ്? 120. അപ്പൊ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കോ അതോ കുറവായിരിക്കോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്? നമുക്ക് കോസ്റ്റിനെക്കാട്ടിലും ഓൾവേസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? 171. അതായത് നിങ്ങൾക്ക് 100 പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യേണ്ടത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടിലും വർക്ക്ഔട്ട് ചെയ്യാം. എന്നാൽ ഏറ്റവും സിമ്പിൾ ലോജിക്ക് തിങ്ക് ചെയ്യാം. സിമ്പിൾ ലോജിക്ക് എന്താണ്? കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത്? സെയിൽസ്. അല്ലാന്നുണ്ടെങ്കിലോ സെയിൽസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സെയിൽസിനെക്കാട്ടിലും കുറവായിരിക്കും എന്ത്? നിങ്ങളുടെ കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോസ്റ്റിന്റെ ഒരു എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം. സോ കോസ്റ്റിന്റെ ഒരു എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം. തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ്. ഈ സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഓപ്പോസിറ്റ് ചെയ്താണ്. സോ പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് എത്രയാണ്? 30%. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ് തന്നിട്ടുള്ളത്? 120. ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? കോസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്.
സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120ന്ന് 30% മൈനസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? കയ്യിലുള്ളത് കോസ്റ്റും പെർസെൻറ്റേജ് എന്തിന്റെ മുകളിലാണ്? സെയിൽസിന്റെ മുകളിലാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ സെയിം മെത്തേഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയൂല എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 120 ഡിവൈഡഡ് ബൈ 130% വർക്കൗട്ട് ചെയ്യും. അതേപോലെ തന്നെ 120 ഡിവൈഡഡ് ബൈ 70%. പിന്നെ നമ്മുടെ ലോജിക്ക് എന്താണ്? സെയിൽസിനെക്കാട്ടിലും കുറവായിരിക്കും ആരെന്ന് പറയുന്നത്? കോസ്റ്റ്. കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും ആരെന്ന് പറയുന്നത്? സെയിൽസ്. ഓക്കെ, സോ 120 ഡിവൈഡഡ് ബൈ 130% എത്രയാണ് കിട്ടുന്നത്? 92.30. ഇവിടെയാണെന്നുണ്ടെങ്കിലോ 120 ഡിവൈഡഡ് ബൈ 70% എത്രയാണ് കിട്ടുന്നത്? 171. ഇനി നിങ്ങൾ പറ, ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 120നേക്കാട്ടിലും കുറവ് ഏതാണ്? 92.30. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, റെഗുലർ ക്ലാസ് അല്ല, ഇതൊരു ക്വിക്ക് റിവിഷൻ ആണ്. സോ മാക്സിമം എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. നമ്മുടെ റെഗുലറിൽ ഇരുന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇരിക്കാത്ത ഒരാളുകൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇത് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ 100 പ്ലസ് ഓർ മൈനസ് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ചെയ്യാം. അപ്പം പ്ലസ് ആണോ മൈനസ് ആണോ എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് കൺസെപ്റ്റ് തിങ്ക് ചെയ്യാം? കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ എന്ത് വരും? സെയിൽസ് വരും. സെയിൽസിനെക്കാട്ടിലും കുറവ് എന്ത് വരും? കോസ്റ്റ് വരും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പൊ ഈ രണ്ട് ടോപ്പിക്സ് പറഞ്ഞാൽ ഒന്ന് കോസ്റ്റ് ഷീറ്റും രണ്ടാമത് എന്താണ്? പെർസെൻറ്റേജ് ഓൺ സെയിലും പെർസെൻറ്റേജ് ഓൺ കോസ്റ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കോസ്റ്റ് ഷീറ്റിന്റെ ബേസിക് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയേണ്ടത്. പിന്നെ അഡ്വാൻസ് ലെവലിൽ ചിലപ്പം ഏത് ചാപ്റ്ററിൽ നിന്ന് കയറി വരാം? മാർജിനൽ കോസ്റ്റിംഗ് എന്ത് ചെയ്യാം? കയറി വരാം. ഓക്കെ, എനിവേസ് അത്യാവശ്യം ബേസിക് ചാപ്റ്റേഴ്സ് ബേസിക് ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആസ് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ കൺസെപ്റ്റ് അറൌണ്ട് ഒരു 12 മിനിറ്റ്സ് നമ്മൾ കോസ്റ്റ് ഷീറ്റിനും ഈ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സും, സോ ഒരു 15 മിനിറ്റ്സ് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്? കൺസെപ്റ്റിന്റെ മേലെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി കംപ്ലീറ്റ് നമ്മൾ എന്താണ്? ലാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? December 25, അതായത് നിങ്ങൾ എഴുതാൻ പോകുന്നത് ഏതാണ്? June 26. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് December 25 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. മാർജിനൽ കോസ്റ്റിംഗിൽ എനിക്ക് തോന്നുന്നത് പേജ് നമ്പർ 477 അങ്ങനെ ഏതോ വരുന്ന പേജ് നമ്പറിൽ വരുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്, ഫിഗേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. കാരണം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വരാനുള്ള ചാൻസസ് എന്താണ്? ഭയങ്കര ഹൈ ആണ്. ശരി, സോ ദ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് എൻ ആർട്ടിക്കിൾ, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 1,20,000. അതില് ഡയറക്റ്റ് മെറ്റീരിയൽ 50%, ഡയറക്റ്റ് ലേബർ 20%, ഓവർ ഹെഡ് ആണെന്നുണ്ടെങ്കിലോ 30%. ആൻഡ് ഇൻക്രീസ് ഓഫ് 15% ഇൻ ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അതായത് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മെറ്റീരിയൽ കോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും? 15% ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ലേബർ ആണെന്നുണ്ടെങ്കിലോ 25%. ദീസ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഇൻ റിലേഷൻ ടു പ്രസന്റ് സെല്ലിംഗ് പ്രൈസ്. അതായത് അടുത്ത പ്രാവശ്യം നമ്മൾ 1,20,000 തന്നെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൈസുകൾ മെറ്റീരിയലും കോസ്റ്റും കൂടിയത് കാരണം നമ്മുടെ GPയിൽ എത്ര കുറവ് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്? 25% എന്ത് ചെയ്യാണ്? കുറവ് വരുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് പെർ ആർട്ടിക്കിൾ അറ്റ് പ്രസന്റ്. പ്രസന്റിലുള്ള പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ശരി, അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്താണ്? സെല്ലിംഗ് പ്രൈസ് അവൈലബിൾ ആണ്. പക്ഷേ എന്ത് അവൈലബിൾ അല്ല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അവൈലബിൾ അല്ല. GP എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യില്ല? അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് GPനെ നമ്മൾ എന്താക്കി? Y ആക്കി. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമ്മൾ എന്താക്കി? X ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇൻകം സ്റ്റേറ്റ്മെന്റ് വരക്കാം. ഈ തന്നിട്ടുള്ള എക്സും വൈയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. സോ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 1,20,000. ശരി, അത് പ്രശ്നമല്ല. നെക്സ്റ്റ് വൺ GP അറിയില്ല, നമ്മൾ എന്താക്കി? Y ആക്കി. ഇനി നെക്സ്റ്റ് വൺ എന്താണ് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് വരുന്നത്? 60 അല്ല സോറി X. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് X. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡാറ്റ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ചെലവിന്റെ 50%. അപ്പൊ ടോട്ടൽ ചെലവ് എത്രയാണ്? X. അപ്പൊ ഈ എക്സിന്റെ പകുതി 0.5x ആരായിരിക്കും? ഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ 0.2x ആരാണ്? ഡയറക്റ്റ് വേജസും. ഓവർ ഹെഡ് അപ്പൊ എത്ര വരുന്നത്? 0.3x. ഇത് ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആണോ? ശരി, ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് അടുത്ത കൊല്ലം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ GP എത്ര പെർസെൻറ്റേജ് കുറയും? 25% കുറയും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര തന്നെ? 1,20,000. പക്ഷേ Y എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? 25% റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് 1Y നിന്ന് 0.25 മൈനസ് ചെയ്താൽ ബാക്കി എത്ര Y ഉണ്ടാവുക? 0.75Y. സോ 0.75Y ആണ് നമ്മൾ അടുത്ത പ്രാവശ്യത്തെ GP. ഓക്കെ, ശരി. ഈ ഡാറ്റ നമുക്ക് എന്തെല്ലാം അവൈലബിൾ അല്ല. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ 0.5 ആണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? അതിന്റെ കൂടെ 15% കൂടെ കൂട്ടണം. സോ 0.5 പ്ലസ് 15% എത്രയാണ് കിട്ടുന്നത്? 0.575. അതേപോലെ തന്നെ ഡയറക്റ്റ് വേജസ് 0.2 എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു? 25% ഇൻക്രീസ് ചെയ്തു. സോ 25% ഇൻക്രീസ് ചെയ്താൽ എത്ര കിട്ടും? 0.25. ഓവർ ഹെഡിൽ മാറ്റം ഒന്നും പറയുന്നില്ല. എത്ര തന്നെയാണ്? പണ്ടും 0.3, ഇപ്പോഴും എത്ര തന്നെയാണ്? 0.3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചെലവുകൾ നമ്മളെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 0.3 പ്ലസ് 0.25 പ്ലസ് 0.575 ടോട്ടൽ ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് കിട്ടുന്നത്? 1.125x. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് രണ്ട് ഇക്വേഷന്? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഈ GPയും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സെയിൽ കിട്ടും. അതേപോലെ തന്നെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഈ GPയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽ കിട്ടും. സോ നമ്മളെ രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? x plus y is equal to 1,20,000 then 1.125x plus 0.75 എത്രയാണ്? 1,20,000. ഇനി നമുക്ക് അടുത്തത് എന്തേ കാര്യം നമുക്ക് ചെയ്യാനുണ്ടാവുക? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെയും വൈനെയും സോൾവ് ചെയ്യണം. സിമ്പിൾ ആണ്. എക്സിനും വൈനും നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് നമുക്ക് ഒരു ഇന്റിജറിന് എന്ത് ചെയ്യണം? 0 ആക്കണം. സോ ഈ ഇക്വേഷനിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ എക്സും വൈയും എന്താവുന്നില്ല? 0 ആവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു കോമൺ ഫാക്ടർ കണ്ടെത്തണം. അതായത് ഇവിടെ എത്രയുള്ളത്? 1.125. സോ ഈ എക്സിനെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ മേലും എത്ര തന്നെ വരണം? 1.125 തന്നെ വരണം. സോ നമ്മൾ ഇക്വേഷൻ 1നെ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്? 1.125 വെച്ചിട്ട്. സോ നിങ്ങളുടെ ഇക്വേഷൻ 1 എന്തായി മാറും? 1.125x പ്ലസ് ഈ വൈനെയും 1.125 കൊണ്ട് ചെയ്താൽ എന്തായി? 1.125. ദെൻ 1,20,000നെയും 1.125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 1,35,000. ഇതാണ് നമ്മളെ പുതിയ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ 2നെ ആസ് ഇറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്തു? താഴത്തോട്ട് എടുത്ത് എഴുതി. ദെൻ ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്താൽ 1.125x മൈനസ് 1.125x എന്ത് കിട്ടി? 0. ഇവിടുന്ന് മൈനസ് ചെയ്താലോ? 0.375. 135 120 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും? 15,000. ഈസി ആയിട്ട് ഇനി y കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ വൈന്റെ എമൗണ്ട് എത്രയേക്കാരം? y is equal to 15,000 ഡിവൈഡഡ് ബൈ 0.375 എത്രയാണ് കിട്ടുന്നത്? 40,000. അപ്പൊ നമുക്ക് y നമ്മുടെ GP നമുക്ക് 40,000 ആണെന്നുള്ളത് എന്ത് ചെയ്തു? മനസ്സിലായി. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ആര് അപ്ലൈ ചെയ്താൽ മതി? വൈന് അപ്ലൈ ചെയ്താൽ മതി. സോ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് y ഈസ് ഈക്വൽ ടു എത്രയാണ്? 1,20,000. ഈ വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? 40,000 ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായി മാറി? എക്സ് പ്ലസ് 40,000 ഈസ് ഈക്വൽ ടു 1,20,000. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു എത്ര? 80,000. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സും കഴിഞ്ഞു, എന്തും കഴിഞ്ഞു? വൈയും കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്? പ്രസന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. സോ പ്രസന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ സെയിൽ എത്രയാണ്? 1,20,000. ദെൻ പ്രോഫിറ്റ് GP നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. GP നമ്മൾ കണ്ടെത്തിയത് എത്രയാണ്? നമ്മൾ GP കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വൈന്റെ ഫിഗർ എത്ര? 40,000. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞാലോ എക്സിന്റെ ഫിഗർ. ഇത് ക്ലിയർ ആണോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രോഫിറ്റ് ടു സെയിൽസ് കിട്ടി അത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത കൊല്ലം കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം? കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫിറ്റ് ടു സെയിൽസിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ GP ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എത്രയാണ് കിട്ടുന്നത്? 33.33%. ഇതൊക്കെ ആണോ? ശരി. ഇനി അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. സെക്കൻഡ് വൺ എന്താണ്? പ്രിപ്പയർ എ റിവൈസ്ഡ് സെല്ലിംഗ് പ്രൈസ് ടു പ്രൊഡ്യൂസ് സെയിം പ്രോഫിറ്റ് ടു സെയിൽസ് ആസ് ബിഫോർ. അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള അതേ ലാഭം എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ നമ്മളെ ചെലവ് എന്ന് പറയുന്നത് എത്രയാണ്? 1.125x എന്നാണ്. എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എത്രയാണ്? 80,000. സോ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര കിട്ടുന്നത്? 90,000 ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ പ്രാവശ്യം പ്രോഫിറ്റ് ടു സെയിൽസ് എത്രയാണ്? 33.33% ആണ്. അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് ടു സെയിൽസ് പെർസെൻറ്റേജ് 33.33% ആണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതാണെന്നുണ്ടെങ്കിലോ കോസ്റ്റ് ആണ് കയ്യിലുള്ളത്. കോസ്റ്റിന്റെ കൂടെ സെയിലിന്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 100 മൈനസ് ആ പെർസെൻറ്റേജ്, അല്ലാന്നുണ്ടെങ്കിലോ പ്ലസ്. എന്തായിരുന്നു നമ്മളെ ലോജിക്ക്?
കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത് സെയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടിലും വർക്ക്ഔട്ട് ചെയ്യാം. സോ 90,000 ഡിവൈഡഡ് ബൈ ഒന്നെങ്കിൽ 133.33%, അല്ലാന്നുണ്ടെങ്കിലോ 66.66%. അപ്പൊ കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ വരുന്നത് ഏത് ചെയ്യുമ്പോഴാണ്? 66.6 വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. സോ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 1,35,000. ഈ ക്വസ്റ്റ്യൻ ഏകദേശം ഓക്കെ ആണോ? ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്, പേജ് നമ്പർ 477 76 ഏതോ ഒന്ന് മാർജിനൽ കോസ്റ്റിംഗിലാണ് ഈ ക്വസ്റ്റ്യൻ കിടപ്പുള്ളത്. സോ അതും കൂടെ എന്ത് ചെയ്യാം, ഈ കൂട്ടത്തിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ സോ നമുക്ക് നമ്മുടെ December 25 നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് അതിന്റെ പ്രീവിയസ് ലിങ്ക് ഏതാണ് വരുന്നത്? June 25. ഇത് വൺ ഓഫ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വായിക്കാം. SEL manufacture and sells standard size of machines. The SEL submit the following details for the accounting year ended on 31st March 2025. സോ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽസിന്റെ ഡാറ്റ, അതേപോലെ പർച്ചേസിന്റെ ഡാറ്റ, ഡയറക്റ്റ് ലേബർ, ഒരുപാട് ഡാറ്റാസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ പറയുന്നത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ലേബറിന്റെ എത്ര പെർസെന്റേജ് ആണ്? 60% ആണ്. അഡ്മിനിസ്ട്രേഷൻ എത്രയാണ്? 6% ഓഫ് സെയിൽസ് നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ക്ലാസ്സിൽ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് എന്താണ്? നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. അപ്പൊ ഇത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? ഇത് ആക്ച്വലി വരുന്നത് നമ്മുടെ ജനറൽ ഓവർഹെഡിന്റെ, ജനറൽ അഡ്മിനിസ്ട്രേഷനകത്താണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇതൊക്കെ ആണോ എല്ലാവരും? ശരി. Then prepare cost and profit statement for the year ended 31st 2025. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 25ന്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ പെട്ടെന്ന് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസർ ആണോ, കൺസ്യൂമർ ആണോ? കൺസ്യൂമർ. അപ്പൊ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് ഇൻക്ലൂഡിംഗ് റിലേറ്റഡ് എക്സ്പെൻസ് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമർ. അതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ്യൂം, ദെൻ ഫാക്ടറി ഓവർഹെഡ്, ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്, അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യാണ്ട് പ്ലസ് ഓപ്പണിംഗ് WIP മൈനസ് ക്ലോസിംഗ് WIP എന്ത് കിട്ടും? നെറ്റ് ഫാക്ടറി കോസ്റ്റും. നെറ്റ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ QRA മൈനസ് സ്ക്രാപ്പ്, അതും കൂടെ വർക്ക്ഔട്ട് ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിന്റെ കൂടെ ഓപ്പണിംഗ് ഫിനിഷർ ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് ഫിനിഷർ ഗുഡ്സ് ചെയ്താൽ എന്തായി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ എന്തും കൂടെ? ജനറൽ അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് സെയിൽ. ദെൻ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടി? സെയിൽസ് കിട്ടി. സോ ബേസിക്കലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. എത്രയാണ്? 80,000. അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? പർച്ചേസ് ആഡ് ചെയ്യും. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യും. ഇത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര കിട്ടുന്നത്? 33,50,000. ദെൻ നെക്സ്റ്റ് വണ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എത്രയാണ്? 16 lakh. അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? 0 ആണ്. സോ പ്രൈം കോസ്റ്റ് എത്രയാണ് കിട്ടുന്നത്? 49,50,000. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 60% ഓഫ് എന്തിന്റെ മേലെ? ലേബർ കോസ്റ്റിന്റെ മേലെ. സോ ലേബർ കോസ്റ്റ് എത്രയാണ്? 16 ലക്ഷം. അതിന്റെ 60% പറയുമ്പോൾ എത്ര കിട്ടും? 9,60,000. അതും കൂടെ ആഡ് ചെയ്താൽ 59,10,000 നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ദെൻ പ്ലസ് ഓപ്പണിംഗ് WIP. ഓപ്പണിംഗ് WIP എത്രയാണ്? 1,20,000 മൈനസ് ക്ലോസിംഗ് WIP എത്ര? 1,80,000. അതും കൂടെ വർക്ക്ഔട്ട് ചെയ്താൽ നെറ്റ് ഫാക്ടറി കോസ്റ്റ് എത്ര കിട്ടുന്നത്? 58,50,000. ഇനി അടുത്തത് എന്താണ്? QRA മൈനസ് സ്ക്രാപ്പ്. QRA മൈനസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് Q ഉണ്ടോ, R ഉണ്ടോ, A ഉണ്ടോ, സ്ക്രാപ്പ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് ഫാക്ടറി കോസ്റ്റിനെ കാര്യം നിങ്ങൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ഫിനിഷർ ഗുഡ്സ് ആഡ് ചെയ്യും. ക്ലോസിംഗ് ഫിനിഷർ ഗുഡ്സ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. കോസ്റ്റ് ഓഫ് സെയിൽ എത്ര വരുന്നത്? 59,90,000. ദെൻ അഡ്മിനിസ്ട്രേഷൻ നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. എത്ര ശതമാനം? 6%. എന്തിന്റെ മേലെ? സെയിലിന്റെ മേലെ. സെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 90 lakh. സോ 90 lakh മൾട്ടിപ്ലൈഡ് ബൈ 6% എത്ര കിട്ടും? 5,40,000. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനോ 90 lakhന്റെ 12%, ദാറ്റ് ഈസ് 10,80,000. സോ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 75,90,000. സോ കോസ്റ്റ് ഓഫ് സെയിൽ 75,90,000 സെയിൽ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 90 lakh. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ബാലൻസ് ഫിഗർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദ സ്മോൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് യാതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അപ്ലിക്കേഷൻ ലെവലിൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഈസി 7 marks ആണ് എന്ത്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ. ഇത് ഓക്കെ ആണോ?
ശരി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ആക്ച്വലി നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ തേർഡ് വൺ December 24. ഇതും ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്ലിക്കേഷൻ ലെവലിൽ ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ദ ഫോളോയിങ് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ഓഫ് ZONB ലിമിറ്റഡ് ആർ അവൈലബിൾ ഫോർ ദ മന്ത് ഓഫ് September 24. ഒരു മാസത്തെ ഡാറ്റയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ഡയറക്ട് ലേബർ കോസ്റ്റ് 1,20,000, അതായത് 120% ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. 120% ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് പറഞ്ഞാൽ ഏതോ ഒരു നമ്പറിന്റെ 120% എന്ത്, ഡയറക്ട് ലേബർ കോസ്റ്റ്. അപ്പൊ ആ ഏതോ ഒരു നമ്പർ, ആ നമ്പർ ആണ് എന്ത്, നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ്. സോ ഫാക്ടറി ഓവർ ഹെഡ് എത്ര ആയിരിക്കും, 1,20,000 ഡിവൈഡഡ് ബൈ 120%, എത്ര കിട്ടും, 1 lakh. ഇത് മാത്രമേ എന്തുള്ളൂ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യനകത്ത് എന്ത് ചെയ്യാനുള്ളൂ, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ളൂ. സോ ദെൻ നെക്സ്റ്റ് റോ മെറ്റീരിയൽ പർച്ചേസ് വന്നിട്ടുണ്ട്, സെയിൽ വന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽ വന്നിട്ടുണ്ട്. ദെൻ ആ മാസത്തെ ഓപ്പണിംഗ്, ഇത് ഓപ്പണിംഗ് ഡാറ്റ, ഇത് ക്ലോസിംഗ് ഡാറ്റ, ഈ ഡീറ്റെയിൽസും എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സമ്മറൈസ് എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് September 24 ഷോയിങ് പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. സോ കോസ്റ്റ് ഷീറ്റിന്റെ സ്റ്റാർട്ടിങ് എവിടുന്നാണ്, ഓപ്പണിംഗ് ഓഫ് റോ മെറ്റീരിയൽ. ഓപ്പണിംഗ് റോ മെറ്റീരിയൽ എത്ര, 20,000. സോ 20,000. പർച്ചേസ് എത്രയാണ് വരുന്നത്, 1,65,000. സോ 1,65,000. ദെൻ നെക്സ്റ്റ് വണ് ക്ലോസിംഗ് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്, 35,000. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും, എത്രയാണ് കിട്ടുന്നത്, 1,50,000. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, ഡയറക്റ്റ് ലേബർ എത്ര, 1,20,000. അത് രണ്ടും കൂടെ ആഡ് ചെയ്താലും കിട്ടി പ്രൈം കോസ്റ്റ് 2,70,000. അപ്പൊ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്തായിരുന്നു, പ്രൈം കോസ്റ്റ് കിട്ടി എത്ര, 2,70,000. ഇനി നെക്സ്റ്റ് വൺ എന്താ, പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യും, ഫാക്ടറി ഓവർഹെഡ്. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫാക്ടറി ഓവർഹെഡിന്റെ 120% ആണ് എന്ത്, ഡയറക്റ്റ് ലേബർ. അപ്പൊ ഫാക്ടറി ഓവർഹെഡ് എത്ര ആയിരിക്കും, 1,20,000 ഡിവൈഡഡ് ബൈ 120%, എത്ര കിട്ടും, 1 lakh. ഇതാണ് ഇതിനകത്ത് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന കാൽക്കുലേഷൻ. അതും കൂടെ ആഡ് ചെയ്താലും ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടും, എത്ര, 3,70,000. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഓപ്പണിംഗ് WIP ആഡ് ചെയ്യാം, ക്ലോസിംഗ് WIP മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ഈ നെറ്റ് ഫാക്ടറി കോസ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ് ഫാക്ടറി കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേറൊരു പേര് പറയുന്നത് വർക്ക് കോസ്റ്റ്. അപ്പൊ ഇതല്ലേ നമുക്ക് രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വർക്ക് കോസ്റ്റ് എന്ത് ചെയ്തു, കിട്ടി. ദെൻ വർക്ക് കോസ്റ്റിന്റെ കൂടെ ഇനി വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നെറ്റ് ഫാക്ടറി കോസ്റ്റിനായിരിക്കും നിങ്ങളുടെ എന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിന്റെ കൂടെ പ്ലസ് ഓപ്പണിംഗ് ഫിനിഷർ ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് ഫിനിഷർ ഗുഡ്സ് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ഉള്ളത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കഴിഞ്ഞ ശേഷം ജനറൽ അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും എത്രയാണ്, 22,000 18,000. എത്രയാണ് കോസ്റ്റ് ഓഫ് സെയിൽ വരുന്നത്, 4 lakh. ഓക്കെ, അതും നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് വണ് സെയിലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 lakh. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബാലൻസ് ഫിഗർ ആയിട്ട് 1 lakh നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഈസി 7 marks അല്ലേ. ഓക്കെ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ June 24. സോ June 24ഉം ആക്ച്വലി ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളിപ്പോൾ 4 ഡിസ്കസ് ചെയ്തു, അതിനകത്ത് 2 ടെക്സ്റ്റിലുള്ള സെയിം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ കോസ്റ്റ് ഷീറ്റിന്റെ ചാപ്റ്ററിനകത്തുള്ളത് തന്നെയാണ്. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ശരി, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കാം. PQR and Company is an advertisement agency which has received an inquiry to submit the quotation bill. എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, കൊട്ടേഷൻ ബില്ല്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവും. കൊട്ടേഷൻ ബില്ല് എന്ന് വെച്ചാൽ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്, നമ്മളൊരു ഷോപ്പ് കയറിയിട്ട് ഇപ്പോൾ ഒരു വീട് പണി നടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ആ ഷോപ്പ് കയറിയിട്ട് നമ്മളെ വീടിന്റെ ആവശ്യമുള്ള സാധനങ്ങൾക്ക് കൊട്ടേഷൻ എടുക്കും. അപ്പൊ ഈ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവർ നമുക്ക് കോസ്റ്റ് ആണോ തരിക അതോ സെല്ലിംഗ് പ്രൈസ് ആണോ തരിക, യെസ്, സെല്ലിംഗ് പ്രൈസ് ആണ് തരിക. അപ്പൊ ആക്ച്വലി നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് ആണ് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ ബിൽ ഓഫ് മെറ്റീരിയൽ prepared by the production department for the quotation state the following requirement material. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന മെറ്റീരിയൽസ് വേണം. അപ്പൊ 3 ടൈപ്പ് മെറ്റീരിയൽസുകൾ വേണം. പേപ്പർ 20 റീംസ് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് റോളാണ്. ഓരോ റീമിനും എത്ര വരുന്നത്, 2,200. ദെൻ ഇങ്ക് ആൻഡ് അതർ പ്രിന്റിംഗ് മെറ്റീരിയൽ 8,000. ബൈൻഡിങ് മെറ്റീരിയൽ എത്ര വരുന്നുണ്ട്, 4,000 വരുന്നുണ്ട്. സം ഫോട്ടോഗ്രാഫി ഈസ് റിക്വയർഡ് ഫോർ ദ ജോബ്. ഈ ജോബിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോഗ്രാഫി വേണം. ഏജൻസിക്ക് ഇല്ല, അയാളെ പുറത്തുനിന്ന് എടുക്കാൻ എത്ര കൊടുത്തിട്ട്, 20,000 കൊടുത്തിട്ട്. ഈ പറയുന്നത് താഴെ പറയുന്ന എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ട്. അവർക്ക് ഒരു മാസം കൊടുക്കുന്നത് എത്രയാണ്, 18,000 15,000 13,500.
ഇനി പറയുന്നത് പ്രൈമറി പാക്കിങ്ങും വേണ്ടി വരും. എത്രയാണ് വേണ്ടത്? 6000. നമ്മൾ ചാപ്റ്ററിന്റെ ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് CMAയിൽ എന്തായിട്ടാണ് ചൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്രയാണ്? പ്രൈം കോസ്റ്റിന്റെ 40%. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണ്? 20%. ഏജൻസി വർക്ക് ചെയ്യുന്നത് 25 days in a month and 6 hours. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു മാസത്തിൽ ഒരാൾ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ടാവും? എത്ര ഹവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും? 25 into 6. സോ 25 into 6 150 ഹവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ വർക്ക് ചെയ്യുന്നത്. 150 ഹവേഴ്സ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മേലെ സ്പെൻഡ് ചെയ്യുന്നത് എത്ര സമയമാണ്? 80 ഹവേഴ്സ് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാലറി നമ്മൾ എന്ത് ചെയ്യണം? ഹവേഴ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. ഇനി അത് മാത്രമല്ല, ഏജൻസി എക്സ്പെക്ട് ചെയ്യുന്നു പ്രോഫിറ്റ് 20% എന്തിന്റെ മേലെ? ക്വാർട്ടർ പ്രൈസിന്റെ. അതായത് 20% എന്തിന്റെ മേലെയാണ്? സെല്ലിംഗ് പ്രൈസിന്റെ. നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? കോസ്റ്റ് ആണ് കിട്ടുക. കോസ്റ്റിന്റെ കൂടെ സെല്ലിംഗ് പ്രൈസിന്റെ 20% ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇനീഷ്യലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡഡ് ബൈ 80%. ഇപ്പൊ നമുക്കറിയാം എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 80%. സ്റ്റിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 80% ചെയ്യാം, 120% ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. അപ്പോൾ കോസ്റ്റിനെക്കാട്ടിലും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? 80%. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ 2200 into 20. ഇങ്ക് 8000, ബൈൻഡിങ് 4000, പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് എത്രയാണ്? 6000. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റ്. പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് എന്തിന്റെ അണ്ടറിലാണ്? ഡയറക്റ്റ് മെറ്റീരിയലിന്റെ അണ്ടറിൽ. സോ ഡയറക്റ്റ് മെറ്റീരിയൽ ടോട്ടൽ കംസ് ടു 62,000. ദെൻ നെക്സ്റ്റ് വൺ ഡയറക്റ്റ് വേജസ്. ഫോട്ടോഗ്രാഫർ എത്ര വരും? 20,000. ആർട്ടിസ്റ്റ് 1800 രൂപയാണ് ഒരു മാസത്തിൽ കൊടുക്കുന്നത്. ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 25 into 6 എത്ര ഹവേഴ്സാ? 150. നമ്മുടെ ജോബിന്റെ മേലെ എത്ര വർക്ക് ചെയ്യുന്നുള്ളൂ? 80. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ജോബിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്? 9600. കോപ്പി റൈറ്ററും അതേപോലെ തന്നെ into 75. ദെൻ ക്ലയന്റ് സർവീസിനും ആണെങ്കിലോ into 30. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും 1,01,800. ഇനി ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണ്? 40%. സോ പ്രൈം കോസ്റ്റ് 1,01,800. അതിന്റെ 40% കൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് എത്ര കിട്ടും? 4720. സോ ടോട്ടൽ ചെയ്താൽ 142,520. ഇതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഇനി ഇതിനകത്ത് WIP അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ എന്തെന്ന് പറയുന്നത്? നെറ്റ് ഫാക്ടറി കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് QRA മൈനസ് സ്ക്രാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ മേലെ എത്ര പെർസെന്റേജ്? 20%. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 142,520 ഇൻറ്റു എത്ര പെർസെന്റേജ്? 20%. സോ 142,520 ഇൻറ്റു 20% എത്ര കിട്ടും? 28,504. അതും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് സെയിലിന്റെ കൂടെ നമ്മൾ 171,024 കൂടെ 20% ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈ 20% എന്തിന്റെ മേലെയാണ്? സെല്ലിംഗ് പ്രൈസിന്റെ മേലെ. ക്വാർട്ടർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 80%. സെയിൽ എമൗണ്ട് കിട്ടും എത്ര? 2,13,780. സോ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ഫിഗർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. ഇത് ഓക്കെ ആണോ? ശരി.